ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ വന്നിട്ട് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സമൂഹത്തിൽ കുറേ ചെറുപ്പക്കാർ, നല്ലവരുമുണ്ട്, ചീത്ത ആൾക്കാരും ഉണ്ട്. ഒരു 50 വയസ്സ്, 45-50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വയസ്സായി എന്ന് പറയുന്നത്. ഈ ഞങ്ങൾ വയസ്സായ പോലെ തന്നെയല്ലേ നാളെ ഈ പറയുന്ന വ്യക്തികളും വയസ്സാകില്ലേ? അവർ ചെറുപ്പം, നമ്മൾ ജനിച്ച് വീഴുമ്പോൾ ഒരു പ്രായം, അത് കഴിഞ്ഞ ഒരു പ്രായം, പിന്നെ കൗമാരമാകും, പിന്നെ ഒരു ഇടപ്രായമാകും, പിന്നെ വയസ്സാകും. ഈ വയസ്സായി കഴിഞ്ഞാൽ ഇന്ന ഡ്രസ്സ് തന്നെ ഇടാവോ എന്ന് സമൂഹത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നിയമത്തിലുണ്ടോ? ഇല്ലെങ്കിൽ പൂർവികർ വല്ലവരും എഴുതി വെച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഇപ്പോൾ ഇസിമുക്ക ആൾക്കാരും ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വരുന്നത് കൊണ്ട് ചില കണ്ടൻറ്റുകൾ ഇടുമ്പോൾ നമ്മൾക്ക് ചില വേഷങ്ങൾ മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. വല്ല 10 രൂപ കിട്ടുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും മക്കളുടെ കയ്യിൽ നിന്ന് കെഞ്ചി 10 രൂപ താന്ന് ചോദിക്കേണ്ട ഒരു ഗതികേട് ഒരച്ഛനും അമ്മയ്ക്കും വരില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മൾക്ക് ഉള്ള കഴിവ് വെച്ച് നമ്മൾ യൂട്യൂബ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട്, അപ്പോൾ അവർ പാൻറ് ഇടുന്നു, ബനിയൻ ഇടുന്നു, ഷർട്ട് ഇടുന്നു, ഇല്ലെങ്കിൽ പാവാട ഇടുന്നു, ഇല്ലെങ്കിൽ എന്ത് ഡ്രസ്സായാലും ഉപയോഗിച്ച് അവർ ആ കണ്ടൻറ്റ് ചെയ്യുമ്പോൾ അതിന് വയസ്സായി, കിളവികളാണ്. കിളവികൾക്കൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ ഇന്ന ഡ്രസ്സേ ഇടാവൂ, ഇന്നതിട്ടേ കളിക്കാവൂ, ഈ വയസ്സാം കാലത്ത് എന്ത് കോപ്രായമാണ് കാണിക്കണത് എന്ന് ചോദിക്കുന്ന ചില നാറികളോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങളും വയസ്സാവില്ലേ? നിങ്ങൾ ഈ വയസ്സായി എന്ന് പറയുന്ന ആൾക്കാർ തന്നെയല്ലേ നിങ്ങളെയും വലുതാക്കിയിട്ടുണ്ടാവുക. നാളെ നിങ്ങളും ഇതേപോലെ വയസ്സായി, അച്ഛനും അമ്മയും വയസ്സായി, മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ ആവും. അപ്പോൾ എന്തിനാ ഈ വയസ്സായി? ഞങ്ങൾ സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്നു. ഇപ്പോൾ ഇസിമുക്ക അച്ഛനമ്മമാരും വയസ്സായാലും ജോലിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഈ വയസ്സായി എന്ന് പറയുന്ന സമൂഹത്തിനോട് പോയി കൈനീട്ടിയല്ല ജീവിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. ഈ പറയുന്നവർ കുറേ സമൂഹത്തിലെ ആൾക്കാരുണ്ട്. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയസ്സായി, പിന്നെ വയസ്സായി. ഞങ്ങൾക്ക് വയസ്സായി എന്ന് തോന്നുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്, ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഓരോരോ കഴിവുള്ളത് നമ്മൾക്ക് ഇപ്പോഴാണ്, യൂട്യൂബ് വന്നതിന് ശേഷമാണ് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തു വരുന്നത്. അത് പൈസയ്ക്ക് കൂടി വേണ്ടിയാണ്. അപ്പോൾ എന്തിനാണ് ഈ സമൂഹത്തിൽ തെണ്ടും തെറിയും? ആൾക്കാർ ഇഷ്ടമുള്ള പോലെ അവർ ജീവിച്ചോട്ടെ. അവർക്ക് നാണമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് അവർക്ക് നാണം ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പോൾ ആ ഒരു യൂറോപ്പിലിരിക്കുന്ന ഒരു റീന ചേച്ചിയുണ്ട്. അത് ഡ്രസ്സ് ഇടുന്നതിന് എന്താ പറയുന്നത്, അതിൻ്റെ മുഖത്തിന് എന്താ പറയുന്നത്, അത് കുഞ്ഞു കൊറ്റിൻ്റെ ചുണ്ട് പോലെയാണ്, താറാവിൻ്റെ ചുണ്ട് പോലെയാണ്. എന്തിനാണ്? ഓരോ മനുഷ്യൻ്റെയും സൗന്ദര്യം എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. മുഖത്തിലും ചുണ്ടിലും ഫേസിലും കളറിലും ഒന്നുമല്ല. അവരവരുടെ മനസ്സാണ്. ഒരു നല്ല മനസ്സുള്ളവരാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവർ ഈ ലോകത്തിൽ. അല്ലാണ്ട് സൗന്ദര്യം കളറും ഉണ്ടായിട്ട് മനസ്സ് നന്നല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാനതാ പറയുന്നത്. അപ്പോൾ ദയവേത് ഈ മീഡിയയിലുള്ളവർ, യൂട്യൂബിലുള്ളവർ, ഇല്ലെങ്കിൽ കമൻറ്റ് എഴുതുന്നവർ, നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതണ്ട. എന്തിനാണ് എഴുതുന്നത്? എന്തിനു കളിയാക്കുന്നത്? നാളെ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥകളാകാൻ പോകുന്നത്. ആരും മാർക്കണ്ഡേയൻ്റെ കാര്യത്തിലൊന്നും 16 വയസ്സിലിരിക്കുകയൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കമൻറ്റുകൾ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമില്ല, വേണ്ട. ഇല്ലെങ്കിൽ കാണാൻ ഇഷ്ടമില്ല, കാണണ്ട. അത് കാണുന്നവർ ഈ ലോകത്തിൽ എത്രയോ പേരുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സും കിട്ടി, ലൈക്കും കിട്ടിയിട്ട് അവർ പൈസ ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ വെറുതെ വയസ്സായി നാളെ നിങ്ങളും ഇതൊക്കെ തന്നെയാണ് ആകാൻ പോകുന്നത്. നാളെ ഈ പറയുന്ന നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു പോലും ആരും പറയാൻ പറ്റില്ല. അന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ആരും ഉണ്ടായി എന്ന് വരില്ല. ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരെങ്കിലും സ്നേഹിക്കാനുണ്ടാവും. നിങ്ങളീ മനുഷ്യ സമൂഹത്തിൽ ഈ തെണ്ടും തെറിയും പറഞ്ഞ് ജീവിക്കുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ, അവന്മാരെ കൊണ്ടോ അവളുമാരെ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ നല്ല ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും ഈ യൂട്യൂബിൽ വന്നിരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്.
അപ്പോൾ ചിലപ്പോൾ ഡാൻസ് കളിച്ചെന്ന് വരും, ചിലവർ ചാടിയെന്ന് വരും, ചിലവർ ഓടിയെന്ന് വരും, ചിലവർ കോമഡി പറഞ്ഞു എന്ന് വരും, ചിലവർ പാട്ട് പാടിയെന്ന് വരും. അവനവൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യും. അതിനാരും ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അവകാശവുമില്ല. ഒരാൾക്കും ഒരാളെക്കുറിച്ച് കുറ്റം പറയാനോ ഇത് പറയാനുമുള്ള ഒരു അവകാശം ആർക്കുമില്ല. ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടാണോ നമ്മൾ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നത്? നേരായ എത്രയോ കാര്യങ്ങളുണ്ട്. നല്ല കോമഡിയായിട്ട് കണ്ടൻ്റ് ഇടുക, അതൊക്കെ അവനവൻ്റെ തലയിൽ ഉദിക്കുന്ന ബുദ്ധിയാണ്. പിന്നെ ഈ തെണ്ടും തെറിയും പറയുന്ന ആൾക്കാർ സ്വന്തം തന്തയും തള്ളയും കൂടപ്പറപ്പുകളും ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം. ഓക്കെ, ബൈ.